ചികിത്സയിൽ കഴിയുന്ന തന്റെ ഭാര്യാപിതാവിനെ കാണാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോയത് സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൊച്ചിയിലേക്ക് സഞ്ചരിച്ച ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയെ തുടർന്ന് തിരിച്ചു പറഞ്ഞിരുന്നു. രാവിലെ തിരുവനന്തപുരം കവടിയാർ ഗോൾഫിൽ നിന്നുമാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. എന്നാൽ അവർ കൊച്ചിയിലെത്തിയപ്പോൾ മോശം കാലാവസ്ഥ കാരണം ഹെലികോപ്റ്റർ അവിടെ ഇറക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മുഖ്യമന്ത്രി പറഞ്ഞത് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ സന്ദർശിക്കാൻ വേണ്ടിയായിരുന്നു. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരുന്നത്. ഇതേ ഹെലികോപ്റ്ററിലാണ് ആലുവ കാരോത്തുകുഴി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവ് വേലായുധൻ കുട്ടിയെ കാണാൻ മുഖ്യമന്ത്രി യാത്ര തിരിച്ചത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ ധൂർത്ത് എന്നായിരുന്നു മാധ്യമങ്ങൾ പോലും ആരോപിച്ചിരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പിണറായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു എന്നായിരുന്നു അന്ന് പല മാധ്യമങ്ങളും വിമർശിച്ചത്. എന്നാൽ അവയവദാന ദൗത്യങ്ങൾക്കായി നിരവധി തവണയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നത്. ആദ്യമായി ഈ ഹെലികോപ്റ്ററിൽ അവയവദാന ദൗത്യം നടത്തിയത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ലാലി ഗോപകുമാർ എന്ന അധ്യാപകയുടെ ഹൃദയം കൊച്ചിയിലെ ലിസി ആശുപത്രിയിലുള്ള രോഗിക്കായി എത്തിച്ചുകൊണ്ടാണ്. അടിയന്തര ഘട്ടങ്ങളിൽ എയർ ആംബുലൻസായും അവയവങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കാനായും ഉപയോഗിച്ചിരുന്ന അതേ ഹെലികോപ്റ്ററിനെയാണ് മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിനായി ഇപ്പോൾ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. നാട്ടിൽ പ്രളയം നടക്കുന്ന സമയത്ത് ആളുകളെ രക്ഷപ്പെടുത്തേണ്ട ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിയുടെ കുടുംബ സന്ദർശനത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ്. അതേസമയം അന്ന് പ്രതിപക്ഷത്തിരുന്ന് വിമർശിച്ചവരൊക്കെ ഇന്ന് ഭരണപക്ഷത്തായപ്പോൾ എല്ലാം മറന്നുപോയിരിക്കുന്നു. അന്ന് ധൂർത്തായിരുന്നത് ഇന്ന് പല മാധ്യമങ്ങൾക്കും UDF അനുകൂലികൾക്കും ഒരു സാധാരണ സംഭവമായി മാറി എന്നുള്ളതാണ് വസ്തുത. അന്ന് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത നടപടിയെ നികുതിദായകരുടെ പണം കൊണ്ടുള്ള മഹാധൂർത്ത് ആണെന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനായിരുന്നു. മുഖ്യമന്ത്രി എന്താ ആകാശത്തു കൂടി പറക്കുന്ന മഹാരാജാവാണോ എന്ന് നിയമസഭയിലും പുറത്തും പരിഹസിച്ച അതേ സതീശൻ തന്നെ ഇന്ന് യാതൊരു മടിയുമില്ലാതെ തൊട്ടതിനും പിടിച്ചതിനും കുടുംബക്കാരെ കാണാനുമൊക്കെ ഹെലികോപ്റ്ററിനെ ആശ്രയിക്കുകയാണ്. അന്ന് സർക്കാർ ഖജനാവിലെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ദുഃഖിതനായ വി.ഡി. സതീശൻ ഇന്ന് അതെല്ലാം മറന്നുപോയിരിക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ മുണ്ടയിൽ കോരൻ മകൻ പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ കയറിയാൽ അത് കേരള സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ധൂർത്തും വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ കയറിയാൽ അത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു അത്യാവശ്യവും ആയി മാറുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ എയർ ആംബുലൻസായും അവയവ ദൗത്യങ്ങൾക്കായി നിരവധി തവണയും ഉപയോഗിച്ച് മാതൃകയായ ഹെലികോപ്റ്റർ സംവിധാനത്തെയാണ് നിലവിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്വകാര്യ സന്ദർശനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ സാമ്പത്തിക ധൂർത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരെയുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിഷയത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്.